نهارك يا مغرور سهو وغفلة وليلك نوم وردالك لازم نهارك يا مغرور അല്ലയോ വഞ്ചിക്കപ്പെട്ടവനെ, വഞ്ചനയിലകപ്പെട്ടു പോയവനെ, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളിലൂടെ കടന്നു പോകുമ്പോ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ മതിമറന്നുകൊണ്ട് ഈ ദുനിയാവിന്റെ പിടുത്തത്തിൽ ഈ ദുനിയാവാണ് എല്ലാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവാണ് എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ദുനിയാവ് നമ്മുടെ മുമ്പിൽ ദുനിയാവിന്റെ സൗന്ദര്യം ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോ ആ ദുനിയാവാകുന്ന മാദകത്തിടമ്പിന്റെ പിറകെ നമ്മൾ പരക്കം പായുകയാണ്. ഈ ദുനിയാവാണ് എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ദുനിയാവ് നിന്റെ സൗന്ദര്യം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. ഒരു മാദകത്തിടമ്പിനെ പോലെ, ഒരു സൗന്ദര്യ റാണിയെ പോലെ നമ്മുടെ മുമ്പിലേക്ക് അതിന്റെ സൗന്ദര്യം ഇങ്ങനെ വെളിപ്പെടുത്തി തരുമ്പോ ആ ദുനിയാവിന്റെ പിടുത്തത്തിൽ നമ്മൾ അങ്ങ് വഞ്ചിക്കപ്പെട്ടു പോവുകയാണ്. ഈ ദുനിയാവാണ് എല്ലാം എന്ന് ചിന്തിച്ചു പോവുകയാണ്. ആഖിറത്തെ കുറിച്ച് മറന്നു പോവുകയാ. ഈ ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടമോടുമ്പോ മരണത്തെ കുറിച്ച് മറന്നു പോവുകയാണ്. ഖബറിനെ കുറിച്ച് മറന്നു പോവുകയാണ്. ആഖിറത്തെ കുറിച്ച് മറന്നു പോവുകയാണ്. ഇവിടെ കവി പറയുകയാണ്, അങ്ങനെ ദുനിയാവെന്ന് പറയപ്പെടുന്ന മാദകത്തിടമ്പിനെ കണ്ടുകൊണ്ട് എല്ലാം മതിമറന്നുകൊണ്ട് വഞ്ചിക്കപ്പെട്ടു പോയവനെ, ആ ദുനിയാവിന്റെ പിറകെ നീ പരക്കം പായുമ്പോ നഹാറൂക യാ മഗ്റൂർ സഹുവൻ വഗഫ്ലതൂൻ, ആ ദുനിയാവിന്റെ പിറകെ നീ ഇങ്ങനെ പോകുമ്പോ നിനക്കതിൽ നിന്ന് കിട്ടുന്നതിന്റെ പകലുകൾ, ആ ദുനിയാവിന്റെ മുകളിലൂടെ പോകുന്ന പകലുകളുണ്ടല്ലോ, അത് നിനക്ക് തീർച്ചും മറതിയാണ്, അശ്രദ്ധയാണ്. ആ പകലിലൂടെ നീ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ അള്ളാഹുവിനെ മറന്നു പോവുകയാണ്, ആഖിറത്തെ മറന്നു പോവുകയാണ്, മരണത്തെ മറന്നു പോവുകയാണ്, ഖബറിനെ മറന്നു പോവുകയാണ്, ചോദ്യം ചെയ്യപ്പെടുന്നതിനെ മറന്നു പോവുകയാണ്, ഹിസാബിനെ മറന്നു പോവുകയാണ്. ഇങ്ങനെ നീ മറതി പിടിപെട്ടിട്ട് അശ്രദ്ധയാലുവായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വലൈലുക നൗമുൻ വറദാലക ലാസിമൂ, നിന്റെ പകലുകൾ അശ്രദ്ധയിലൂടെയും മറതിയിലൂടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്റെ രാത്രികളോ അത് ഉറക്കത്തിലാണ്, നിന്റെ രാത്രികൾ അത് ഉറക്കത്തിലാണ്. ഇങ്ങനെ നിന്റെ ഓരോ ദിവസങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്. പകലുകളും രാത്രികളും ദുനിയാവിന്റെ ഉപരിതലത്തിൽ നീ ജീവിക്കുന്ന നിന്റെ ആയുസിന്റെ ഓരോ ദിനരാത്രങ്ങളും ഈ തരത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. തൽഫലമായിട്ട് വറദാലക ലാസിമൂ, നാളെ നീ പരലോകത്തിലേക്ക് ചെല്ലുമ്പോ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ, നീ മരണപ്പെട്ട് നിന്റെ ഖബറിലേക്ക് ചെല്ലുമ്പോ, കാലാകാലമായിരിക്കുന്ന പരലോകത്തിലേക്ക് നീ ചെല്ലുമ്പോ അവിടെ നിനക്ക് എന്താണെന്നറിയുമോ? വറദാലക ലാസിമൂ, അവിടെ നിനക്ക് കിട്ടുന്നത് നിന്ദ്യതയാണ്, നിരാശയാണ്, ദുരിതങ്ങളാണ്, ക്ലേശങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ഈ ദുനിയാവിന്റെ രാപകലുകൾ നമുക്ക് ഈ തരത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോ പരലോകത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വെറും നിന്ദ്യതയായിരിക്കും, വെറും നിന്ദ്യതയാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണേ. وتعمل فيها سوف تكره عبة كذلك في الدنيا تعيش البهائم. ഈ ദുനിയാവില് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രവർത്തനങ്ങളാണ് നീ ചെയ്യുന്നത്. ഈ ദുനിയാവിന്റെ ഉപരിതലത്തിലൂടെ നീ കഴിഞ്ഞു പോകുമ്പോ, നീ ജീവിച്ചു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ ഒരു പ്രവർത്തനങ്ങളെയാണോ വെറുത്തിട്ടുള്ളത്, ആ വെറുപ്പുള്ള പ്രവർത്തനങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കദാലിക ഫിദ് ദുനിയാ തഈഷുൽ ബഹായിമു,
ഈ ദുനിയാവിൽ നിന്റെ ജീവിതം കന്നുകാലികളെ പോലെയാണ്, മൃഗങ്ങളെ പോലെയാണ് നീ ജീവിക്കുന്നത്. മൃഗങ്ങൾക്ക് വിവേകമില്ല, അവർക്ക് നിർബന്ധ കർമ്മങ്ങളില്ല, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അവർക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ വഴിയിലൂടെ മലമൂത്ര വിസർജനം നടത്തി പോകുന്നവരുണ്ട്, പരസ്യമായിട്ട് ഇണചേരുന്ന മൃഗങ്ങളുണ്ട്. ഇങ്ങനെ അവർക്ക് യാതൊരു വിവേകങ്ങളില്ലാതെ, യാതൊരു ബുദ്ധിയില്ലാതെ, തിരിച്ചറിവില്ലാതെ മൃഗങ്ങൾ എങ്ങനെയാണോ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, ഈ മനുഷ്യ നിന്റെ ജീവിതവും അതുപോലെയായി പോവുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഉലൈക കൽ അൻആം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അവർ മൃഗതുല്യരാണ്, മൃഗങ്ങളെ പോലെയാണ്. ആ മൃഗങ്ങളെ ജീവിക്കുന്നത് പോലെയാണ് വർത്തമാനകാല സാഹചര്യത്തിലെ മനുഷ്യന്റെ ജീവിതവും. എന്റെ പ്രിയമുള്ളവരെ, നാം അങ്ങനെ ജീവിക്കേണ്ടുന്നവരാണോ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായ രൂപരേഖ, മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള